എന്താ പോള് പാവയൊന്നും വേണ്ട, ഇത് മതി. ഇത് മതി, ഇത് മതി. ആ മതിയാ മതിയാ പിന്നെ വേണോ? ബിങ്കോ ഒരു അത് മൊത്തം വേണം. മൊത്തം വേണ്ട, ഒരെണ്ണം മതി, ഒരെണ്ണം മതി. എത്ര എത്ര? നമസ്കാരം. മാനസിക വൈകല്യമുള്ള ഒരു സഹോദരിയും കൊണ്ട് ട്രെയിൻ വരുന്നത് കാണാൻ പോവുകയാണ്. വഴിക്ക് വെച്ച് എന്താണ് സംഭവിക്കുക കാണാം. ഇവിടെ വരാൻ പറഞ്ഞു. ഇവിടെ ഇതിൻ്റെ മുകളിലത്തെ വീട്ടിൽ നിന്നാണ് എടുക്കാനുള്ളത്. അപ്പോൾ അവരെങ്ങനെ ഇവിടെ വന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. ട്രെയിൻ പോട്ടെ, അതെങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ എങ്ങനെ വീട് വരി അവിടെ ഇരിക്കാം. അപ്പോൾ അങ്ങനെ വരും. അതെ, കഴിച്ചോ? ചോറ കഴിച്ച്. ഞാൻ ചോറ കഴിച്ചില്ല, എനിക്ക് കഴിക്കാൻ പോണതേ. എനിക്ക് സമയമായി, എനിക്കിത് ഇരിക്കും. അത് വീട്ടിൻ്റെ ഉടമസ്ഥൻ വന്നാൽ ഇത് കൊണ്ടുപോകാൻ പറ്റും. ഇത് കൊണ്ടുപോകണത് ഇത് ഇവിടെ ഇല്ലേ, പെരുമ്പഴൂരില്ലേ, നമുക്ക് ഇവിടുന്ന് കയറ്റിട്ടാ മതി. അവർ വീട്ടിൻ്റെ ആൾക്കാർ വന്നിട്ട് അവരെ പെരുമ്പഴൂരില്ലേ, പെരുമ്പഴൂരാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ വന്നിട്ട് കൊണ്ടുപോകും. പിന്നെ കുളിക്കാം, പിന്നെ കുളത്തിൽ കയറണ്ട. നല്ല വെള്ളം, നല്ല വെള്ളം. പിന്നെ കാണാം, നമുക്ക് പോയിട്ട് വന്നിട്ട് അവര് പോകുന്നു. ഇല്ല, നമുക്ക് വിളിച്ചാ ഇന്നിച്ച് പോയേ. അവിടെ അവിടെ ഇരുന്നോ, അവിടെ കുളത്തിൽ ഇറങ്ങണ്ട. ഞാൻ അവിടെ ഇരി. എനിക്ക് കുച്ചണം, എനിക്ക് കുച്ചണം. നല്ല വെള്ളം. ഞാനിപ്പോ ചായ കൊണ്ടിങ്ങനെ നമ്മൾ ഡെയിലി കൊണ്ട് നടക്കും. കുറച്ച് വീട്ടിൽ എപ്പോഴും ഇരുത്തിരിച്ചാലും മുഷിവല്ലേ. തിന്നാൻ കൊല്ലാമോ? എൻ്റെ നമ്മൾ കോളേജിൻ്റെ അങ്ങ് പോകും. നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ട്രെയിൻ കാണണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചാടിയത്. വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയൊന്നും ഇല്ല. അപ്പം ഞാൻ തന്നെ നോക്കണം. വീട്ടിൽ പിന്നെ ഒരു ജോലിക്കാരുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ. നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ കല്യാണം ചുമ്മാരി സൗണ്ട് കല്യാണം കഴിച്ചിട്ടില്ല, മനസ്സിലായില്ല. ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടാൽ പിന്നെ ഇവിടെ കാര്യം ആരും നോക്കും? നമ്മൾ നോക്കണ്ടേ? ചേട്ടൻ ഇവിടെ റെയിൽവേ ജോലിയാ? ഇല്ല, ഞാൻ ഇവിടെ ചേട്ടൻ എവിടെ ഉള്ള? ഞാൻ കുറച്ച് അപ്പുറത്തുള്ള ഒരാവശ്യത്തെ ഐസ്ക്രീമാ? നീ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചേ ഉള്ളൂ. മാളു നീ ചുമ്മാ അടിയരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര നിർബന്ധം. ഇപ്പൊ നമ്മുടെ മോളിൽ നിന്ന് ഐസ്ക്രീം മാറ്റി കൊടുത്തിട്ടുണ്ട്. കഴിച്ചോ? അതിന് മധുരമില്ല. മധുരം മോള് നാളെ കഴിക്കാം. പനി അടിച്ച പ്രശ്നമാണ്, മനസ്സിലായ? പനി അടിച്ച പ്രശ്നമാവും. പിന്നെ ആശുപത്രി കൊണ്ട് സൂചിയൊക്കെ വയ്ക്കണ്ടേ? സൂചി വെച്ചില്ലേ? സൂചി വയ്ക്കൂല. നാല് അക്രീം വാങ്ങിക്കണേ. അത് കഴിഞ്ഞിട്ട് ബോല് മാറ്റി കൊടുക്കൂല ചേട്ടാ? 4 ചേട്ടൻ മാറ്റി തരും. ബോൾ ഐസ്ക്രീം 4 മാറ്റി തരും. ബോൾ ഐസ്ക്രീം വേണം. കമ്പെടുത്താ അടിക്കും ഞാൻ. കമ്പ എവിടെ? കമ്പ ഇല്ല, ഞാൻ പോയില്ല. അങ്ങോട്ട് കയറി, ഞാൻ അങ്ങോട്ട് നീരി. അവിടെ ഞാൻ ഇവിടെ ഇരിക്കാം. ചേട്ടൻ പോയി കഴിയുമ്പോ ഞാൻ ചാടും. അടി തരും. ഈ ചേട്ടനെ കൊണ്ട് ഞാൻ ചാടും. ചേട്ടനെ കൊണ്ട് ചാടും. ആ ചേട്ടൻ വരുമൊന്നുമില്ല ചേട്ടാ. നമുക്ക് അവിടെ കുളത്തിൽ ചാടേട്ടാ. വേണ്ട ചുമ്മാ പല്ല് വെള്ളം കണ്ടിട്ട് എനിക്ക് കുച്ചാൻ തോന്നുന്നു. കുളിക്കണ്ട, നമുക്ക് നാളെ ചൂടുവെള്ളം അതിനകത്ത് കുളിക്കാം. ചേട്ടാ എന്നെ കൂച്ചാൻ മതി ചൂടുവെള്ളത്തില്.
എനിക്ക് ഇപ്പൊ ഈ കുളത്തിൽ ഈ കുളത്തിൽ കുളിച്ചൂടാ. അത്ത ഇതാണ് കണ്ടാ ചെളി. അവിടെയൊക്കെ ചെളി, അവിടെയൊക്കെ ചെളി കണ്ടാ. ഞാൻ പിന്നെ തെളിയിടും പറഞ്ഞേക്കാം. ചുമ്മാരി ആള് അടി വാങ്ങിക്കും കേട്ടാ. ഞാൻ കമ്പെടുത്തോണ്ട് വരും. ഞാൻ കമ്പെടുത്തോണ്ട് വരും. വേണ്ട വേണ്ട കമ്പെടുത്തോണ്ട് വേണ്ട വേണ്ട. ഞാൻ നിന്നെ കൈ കെട്ടി കമ്പെടുത്തോണ്ട് വടി വെച്ചല്ലേ കമ്പെടുത്തോണ്ട് നല്ല മര്യാദ പേടിയില്ല. ആ മാമനോട് പറഞ്ഞു കൊടുക്കും. മാമ എന്നെ അടിച്ചു. വടി എടുക്കല്ലേ. ഞാൻ കൈ കെട്ടിയിട്ട് ഇവിടെ ഇരിക്കട്ടെ മാമ. ഇത് വെച്ചോളി മാമ. കൈ വെച്ചോളണം കേട്ടാ. വേറെ എന്തെങ്കിലും അടി കൊടുക്കണേ. നിങ്ങൾ ഇവിടെ എന്ത് പണിക്ക് വന്ന? എന്ത് പണിക്ക് വന്ന് തന്നെ? ചെറിയൊരു അപ്പുറത്ത് വീട് മാറണം. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിലും ഒരു അലമാര, ചെറിയൊരു അലമാരയുണ്ട്. അപ്പോൾ അതെടുത്ത് ഒന്ന് മാറ്റണം. അപ്പം മാറ്റുമ്പോൾ വീട്ടിൻ്റെ താക്കോല് ഇവിടുത്തെ ഓണർ കയ്യിലാണ്. ചുമ്മാ അടിക്കല്ലേ. അങ്ങനെ നീ സ്വന്തം എന്റെ കവളി ഇടിച്ചാ? ഐസ്ക്രീം നാളെ കഴിച്ചാ പോരെ? നാളെ കഴിക്കാന്ന്. തിരിച്ചു പോകുമ്പോ കഴിക്കാം. തിരിച്ചു പോകുമ്പോ കഴിച്ചാ പോരെ? ഒരു ഐസ്ക്രീം മാറ്റിട്ട് കേട്ടോ. അവിടെ അവിടെ ഇരുന്നാ 4 ഐസ്ക്രീം, 4 ഐസ്ക്രീം, ഒരെണ്ണം മതി. എനിക്ക് 4 വേണം. ഒരു ബോളും പഞ്ചാര മിഠായി. അവിടെ ഉള്ള എന്താന്ന് വെച്ചാൽ ഒരെണ്ണം ഞാൻ മേടിച്ചോണ്ട് വരും കേട്ടാ. എനിക്ക് പഞ്ചാര മിഠായി വേണം. 4 ഐസ്ക്രീം, ഒരെണ്ണം മതി. പാവം കേട്ടാ. പാവ സഹോദരൻ തോന്നുന്നു. നല്ലയിടത്ത് നോക്കണമല്ലോ അയാളല്ലേ. പാവം കുട്ടി. പക്ഷെ അയാൾ പൊന്നു പോലെ നോക്കണം. ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഉടനെ ഐസ്ക്രീം വാങ്ങിക്കാൻ പോയല്ലാണ്. നമ്മളാണെങ്കിൽ ഐസ്ക്രീം വാങ്ങിക്കാൻ പോകാൻ പറഞ്ഞ് നമ്മളാണെങ്കിൽ കളഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഐസ്ക്രീം വാങ്ങിക്കാൻ പോയി. എവിടെയെങ്കിലും ചാടണമെങ്കിൽ പുള്ളി കമ്പെടുത്ത് വരട്ടിയോ അതെങ്കിലും പഠിക്കും. പറയാൻ പറ്റില്ല. ചാടിക്കളാം ചിലപ്പോൾ. വരട്ടി വെട്ടി അങ്ങോട്ട്. ഇങ്ങോട്ട് ചിലപ്പോൾ ചാടി ഇറക്കളായി. ഇങ്ങോട്ട് ചിലപ്പോൾ ചാടി ഇറക്കളായി. അല്ല കമ്പെടുത്ത് ഒരു വരട്ടി വെട്ടി. അപ്പോൾ പാവം പാവം കുട്ടി. ഇറങ്ങണ്ട. വെള്ളം നല്ല വെള്ളം. നമുക്ക് കുച്ചാൻ പോവാം. ആര് ചേട്ടൻ മാറ്റും. നമുക്ക് പോകാം. നമുക്ക് കൊച്ചാൻ വണ്ടി പോവാം. കൂട്ടറി പോവാം. ഇതേ ഉള്ളു കൊടുക്കുന്നത്. ഇത് കഴിച്ചിട്ട് മിണ്ടായിരിക്കണം വെച്ചാൽ പേപ്പർ കള അത് തൊലിച്ചു കൊടുക്കുകയാണ്. ബോൾ ഐസ്ക്രീം അങ്ങോട്ട് പോണ വഴിക്ക് നമുക്ക് കഴിക്കാം കേട്ടാ. അയ്യോ എന്താ ക്രീം കളഞ്ഞു. കമ്പ് വേണ്ട. മര്യാദ കഴിച്ചോളാം. ഇനി ചോദിക്കരുത്. ചെയ്യാം. നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. പിന്നല്ലാതെ പിന്നല്ല വേറെ ആരും നോക്കാൻ. വീട്ടിൽ ആരും ഇല്ല. പിന്നെ കുറച്ച് വസ്തുവകകളുള്ളതുകൊണ്ട് അതൊക്കെ എടുത്ത് നോക്കിയൊക്കെ ജോലിക്കാരിയുണ്ട്. അവള് രാവിലെ വന്ന് എല്ലാ തൂത്തൊക്കെ കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ട് പോകും. പിന്നെ അവളെ ഡ്രസ്സൊക്കെ മാറി എല്ലാം റെഡിയാക്കി കൊടുക്കും. കുളിപ്പിച്ചിട്ടൊക്കെ വിട്ടിട്ട് പോകും. അയ്യോ പൊട്ടിപ്പൊഞ്ച് വളം വെച്ച് തന്നേട്ടാ. നാളെ വാങ്ങിക്കാം. അവിടെ ഉത്സവത്തിന് പോകൂലേ അപ്പോഴും വാങ്ങാം. ഒരുപാട് വാങ്ങിച്ചു തന്നെ. ഒരുപാട് വാങ്ങിച്ചു തരണേ. വീട്ടിലാരൊക്കെ ഉണ്ട്? നമ്മള് അമ്മയുണ്ട്, എൻ്റെ അനിയുണ്ട്. ഇതേപോലത്തെ കഷ്ടപ്പാട് വല്ലതും ഉണ്ടോ? ഇവിടെ ഇത് സുഖമായിട്ടൊക്കെ ജീവിക്കാം. നമുക്കതില്ല. സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞാൽ ഇല്ല. ഇതിനെയൊക്കെ പോണം. പിന്നെ നോക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? കല്യാണമൊന്നും കഴിഞ്ഞില്ല. ഇല്ല.
കല്യാണം കഴിഞ്ഞില്ല. കഴിഞ്ഞാൽ നടക്കൂല. ഇല്ല, ഇവിടെ കല്യാണം കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ വെറുതെ, മനസ്സിലായില്ലേ? നമുക്ക് എന്നാ അറിയാം നമ്മളെ അടുത്ത് പെരുമാറണം. അപ്പോഴും ബാക്കിയുള്ളവരുടെ എങ്ങനെ പെരുമാറും ഇല്ലേ? ഇപ്പൊ പക്ഷെ ഒരു 70-80% വരെ ക്ലിയർ ആയിട്ടുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ ചില സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. മാമന് വേണോ? ഇത്തിരി കഴിച്ചോ? മധുരമില്ല, ഒറ്റ മധുരമില്ല. മാമ ഇത്തിരി കഴിച്ചോ? പിന്നല്ല പാടില്ല. ഒന്ന് ആലോചിക്കും, എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു. കഴിച്ചിട്ട് ഞാനിപ്പോ മോന്തയ്ക്ക് തേച്ച് തരും. ചുമ്മാരെ വേറെ ആരും ഇല്ല, ഞാൻ തന്നെ കൊണ്ടു നടക്കണം. ചില ദിവസങ്ങളിൽ ചോറൊന്നും കഴിക്കും, ചോറ് വാരി കൊടുക്കണം, മനസ്സിലായില്ലേ? പിന്നെ കുളിപ്പിക്കാനൊക്കെ അവരുള്ളതുകൊണ്ട് വന്ന് ഡെയിലി കുളിപ്പിച്ച് ഒക്കെ കുളിക്കും നന്നായിട്ട്. എങ്കിലും ഒരാൾ വേണം, മനസ്സിലായില്ലേ? ചിലപ്പം പൈപ്പൊക്കെ തുറന്നിട്ടിട്ട് പൊക്കളയും, മനസ്സിലായ? പിന്നെ ഗ്യാസൊക്കെ ചിലപ്പോൾ തുറന്നു കളയും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഊരിയിട്ട് ഒക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. ചായ ഇടാൻ പോകണമെന്നും പറഞ്ഞ് ഞാൻ ചായ ഇട്ടിരാന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ച് വിടാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ വിധി. ഇങ്ങനത്തെ വിധി വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്കൊക്കെ സുഖമായിട്ട് ജീവിക്കണം അല്ലേ? സുഖിച്ച് അല്ലേ? എനിക്കിപ്പോ ശകുന 7:30 ശനിയാണ് ഇപ്പൊ. പിന്നെ കുജൻ ഉച്ചത്തിൽ നിൽക്കണെന്നാണ് പറഞ്ഞേക്കണത്. കുജൻ ഉണ്ടല്ലോ, കുജൻ, അത് ഉച്ചത്തേക്കാണ്. മാളത്തിൽ പോയി പിച്ചിട്ട് വരാം നമുക്ക്. ശനി കേതുവായിട്ട് നിൽക്കണം. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ജാതകദോഷമാണ്. ഈ ജന്മം ജാതകം ശരിയാവില്ലെന്നാണ് കണിയാർ പറഞ്ഞത്. മറ്റേ കണിയാരറിയാമോ? കർണാടകറിയാണ് പറഞ്ഞൂടെ? അയാൾ പറഞ്ഞേക്കണ് എനിക്കിപ്പോ 7:30 ശനിയാണ്, ഇപ്പം ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട സമയമാണ്. കേട്ടോ, രാവിലെ ഇറങ്ങിയതാ. രാവിലെ ഇല്ല, നമ്മൾ കുറച്ചങ്ങ് മുകളിലാണ് വീട്. അപ്പൊ ഡെയിലി ഇങ്ങനെ ട്രെയിൻ കാണണമെന്ന് പറയും. പെണ്ണ് കിട്ടിയില്ല? ഇല്ല, എവിടെ നിന്ന് കെട്ടാണ്? ഇതിന്റെ ഇടയ്ക്ക് കെട്ടിയിട്ട് വല്ല കാര്യമുണ്ട്? ഒരാൾ കൂടെ നടക്കണം, മനസ്സിലായ? ആളുകളും കൂടെ ഇപ്പം നോക്കുമല്ലോ. നമുക്കിതിപ്പോ ശീലായി. പിന്നെ നമ്മുടെ അടുത്ത് ചിലപ്പം ചിലരൊക്കെ കളിയാക്കിയൊക്കെ പറയും, നമുക്കതൊന്നും വിഷയമല്ല, മനസ്സിലായില്ലേ? അവിടെ പോയി കാണാട്ടായി. നീ അല്ലേ ഇവിടെ കുളത്തിന്റെ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞത്? പോവാമോ? പിന്നെ ട്രെയിനിൽ പോവാമോ? പോവാം. പോട്ടാ, പോവാം. അതന്നെ പോവാം. പോണില്ലേ? വാ, പിന്നെ പോവാം. അല്ല മാമൻ വരുന്ന? മാമന് പോണം, മാമന് വേറെ ജോലിയുണ്ട്. മാമന് വേറെ ജോലിയുണ്ട്. എനിക്ക് വേറെ ജോലിയുണ്ട്. ആണോ? ഞാനിവിടെ വരട്ടെ ജോലിക്ക്. നമുക്ക് വണ്ടിയിൽ പോവാം. വണ്ടി എടുത്തു വണ്ടിയിൽ വല്ലല്ലോ? വണ്ടിയിൽ ഞാൻ ഓടിക്കാം. ഞാൻ ഓടിക്കാം. നീ അവിടെ സൈക്കിളിന് 4 വീലും ചാലും ഒക്കെ ഇടിച്ച്. പിന്നെ എനിക്കൊരു സൈക്കിളിലാണ്, ഞാൻ വല്ല ബൈക്കൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റില്ല. സൈക്കിൾ എടുത്താണ് ഉരുട്ടിക്കൊണ്ട് നടക്കണം. അതിനെ എടുത്ത് ഇത്തിരി നല്ല ഫൈറ്റ് ചെയ്യുന്ന എടുത്ത് തള്ളിട്ടുള്ളൂ പറഞ്ഞ് വിട്ടുകൊടുത്ത് താഴെ പോയി 4 പീസായിട്ട് കിടക്കും. ബൈക്കൊന്നും എടുക്കാം ഒക്കില്ല. ബൈക്കൊക്കെ അങ്ങനെ പെട്രോളൊക്കെ ഉണ്ട്, അതിൽ തള്ളിയൊക്കെ വല്ലയിടത്തൊക്കെ കൊണ്ടിട്ട ഇതാവില്ലേ? നമുക്ക് എപ്പോഴും ഇങ്ങനെ തിരിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. വീട്ടിലാകുമ്പം കോമ്പൗണ്ടൊക്കെ ഉണ്ട്. മുറിക്കകത്ത് പൂട്ടിയിടാൻ പറ്റുമോ? മുറിക്കകത്ത് പൂട്ടിയിടാൻ പറ്റൂല. അവിടെ ഇതാ പറഞ്ഞ കേട്ടാ. ഐസ്ക്രീം വേണ്ട, അത് മതി. പോകുമ്പോ തിരിച്ചു പോകുമ്പോ കഴിക്കാം. ഇതൊന്ന് പിടിച്ചോ, ഞാൻ മുടി ഒന്ന് കെട്ടിട്ട്. ഏട്ടായി കളയില്ല, പിച്ചോ ഏട്ടായി. ഏട്ടായി പിച്ചോ, ഞാൻ ഇപ്പൊ വരാം. എന്റെ ഐസ്ക്രീം ചേട്ടൻ തിന്ന്. ആര് തിന്ന്? എന്താണ്? എന്റെ ഐസ്ക്രീം ചേട്ടൻ തിന്ന്. നിങ്ങൾ
നിങ്ങൾ ഐസ്ക്രീം തിന്നോ? ഇല്ല ഇല്ല തിന്നില്ല നിങ്ങൾ എന്താ ഈ കാണിച്ചത്? തിന്നില്ല. നിങ്ങൾ കാണിച്ച ഒരു ഇതല്ലേ കൊച്ചിൻ്റെ ഐസ്ക്രീമാണ് തിന്നുന്ന. നിങ്ങൾ അവിടെ നിൽക്കി. കൊച്ചിൻ്റെ ഐസ്ക്രീം വാങ്ങിച്ച ഒരു കൊച്ചു കഴിച്ചുകൊണ്ടിരുന്ന ഐസ്ക്രീം വാങ്ങിച്ച് തിന്നിട്ട് നിങ്ങൾ അങ്ങനെ പോകണം. നിൽക്കുക അവിടെ, പിന്നെ നിൽക്കുക അവിടെ. കൊച്ചിന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് പുള്ളിക്കാരൻ അതിനെ കുറച്ച് കഴിച്ച്. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്ക്. കൊച്ചിന് ഐസ്ക്രീം നിങ്ങൾ വാങ്ങേണ്ട ആവശ്യത്തിന്, നിങ്ങൾ കഴിക്കേണ്ട ആവശ്യത്തിന് വെറുതെ മോശമായൊരു പരിപാടിയാണല്ലോ. ഒന്നും സുഖമില്ലാത്തൊരു കുഞ്ഞല്ലേ. പിന്നെ അല്ല നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു ഐസ്ക്രീം വേണോ ഇപ്പം? വേണ്ട വേണ്ട എനിക്ക് നിങ്ങൾക്ക് ഐസ്ക്രീം വേണോ? വേണ്ട വേണ്ട. പിന്നെ നിങ്ങൾ എന്തിനു ഈ കൊച്ചിന്റെ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. കഴിച്ചില്ലെന്ന്. പിന്നെ കഴിച്ചെന്ന് അവള് പറയല്ലേ? ചുമ്മാ ചുമ്മാ പറയാനാ? കഴിച്ചത് ഞാൻ ഒരാൾ കഴിക്കുക. പിന്നെ അതല്ലേ കാര്യം. നിങ്ങൾ എന്തിനാ കൊച്ചു പാവം കൊച്ചല്ലേ ഞാൻ കയ്യിൽ വാങ്ങിച്ചത്. നിങ്ങൾ എന്തിനു കയ്യിൽ വാങ്ങിച്ചത് എന്തിനാണ്? മനസ്സിലായില്ല. നിങ്ങൾ കയ്യിൽ തന്നാണ്ട് കയ്യിൽ വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഇപ്പോ ഐസ്ക്രീം വേണോ? വേണോ? വേണ്ട വേണ്ട. അപ്പൊ പിന്നെ ആ കുഞ്ഞിന് ഇപ്പൊ വാങ്ങി കൊടുക്കണമല്ലോ. വീട്ടിലെ ഇതിന് സമാനം പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. ഇല്ലെങ്കിൽ ഇന്നത് പ്രശ്നമാണ്. ചേട്ടാ, എന്റെ സ്വഭാവം മാറ്റിക്കരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? എനിക്ക് നിങ്ങളല്ലേ ഇവിടെ കൊണ്ടുവന്നേ? കൊച്ചിന്റെ ഐസ്ക്രീം വാങ്ങിച്ചാണ് കഴിക്കുന്നത് തന്നെ. കൊച്ചിന്റെ ഐസ്ക്രീം വാങ്ങിച്ചു പിന്നെ കഴിച്ചെന്ന് പറഞ്ഞാ കുഞ്ഞു പറയല്ലേ അത് കഴിച്ചില്ലേ? അത് കാണുമ്പോ അറിയാലോ, അത് കഴിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളെ കയ്യിലല്ലേ ഐസ്ക്രീം ഇരിക്കണത്? പിന്നെ നിങ്ങൾ കഴിച്ചതെന്ന് പറഞ്ഞാൽ ശരിയാവും. ഇത് വെറുതെ വെച്ചിട്ടില്ല. കുഞ്ഞും പറയുന്നു ഞാൻ കണ്ട് കഴിച്ചില്ലെന്ന്. അമ്മയാണ് കഴിച്ചില്ല. കള്ളം പറയല്ലേ? ഇല്ല അമ്മയാണ് കഴിച്ചില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ കഴിച്ച് കടിച്ചെടുത്തേക്കണം. ഇല്ല 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 കടിച്ചെടുത്തേക്കണല്ലോ. ഇല്ല ഇല്ല ഇല്ല. നോക്കട്ടെ, വാ തുറങ്ങി നോക്കട്ടെ. എവിടെ വാ തുറക്കി ഇവിടേക്ക് ഇരിക്കണം. ഇല്ല ഇല്ല. നിങ്ങൾക്ക് ഐസ്ക്രീം വേണോ? രണ്ടെണ്ണം ഞാൻ മേടിച്ചു തരാം. എനിക്ക് വേണ്ട എനിക്ക് വേണ്ട. പിന്നെ നിങ്ങൾ ആ കൊച്ചിന്റെ ഐസ്ക്രീം എടുത്തിട്ട് കള്ളത്തരം പറയണം. എനിക്ക് വേണ്ട. അവിടെ ഇരിക്കും. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി. കഴിച്ചില്ലെന്ന് പറഞ്ഞു. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ ഇപ്പം മറ്റേ ചേട്ടനെ വിളിച്ചോണ്ടില്ല. ചേട്ടനാണെങ്കിൽ പിടിച്ചിട്ട് ഇപ്പം ശരി വൈൻഡപ്പ് ചെയ്യണത്. എടാ നീ ഇനി ബാഗിൽ പോ. ബാബാ ഇങ്ങോട്ട് വാ. ഇഞ്ഞു വാടേ. എന്താ കൊച്ചിൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് ഒറ്റ ഓട്ടോ? ചേട്ടാ, ഇത് ഒരു ഷോയാണ്. ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്. അല്ല ചേട്ടൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായ? ഇറങ്ങണം. സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ട് പോ. ചെരുപ്പ് കളഞ്ഞിട്ട് ഓടിയാ? വള്ളിയൊക്കെ പൊട്ടിപ്പോയ ഒരു ചെരുപ്പ് വാങ്ങിച്ചാൽ പോട്ടെ. പിന്നെ ഇതൊരു ഷോയാണ്. ബിഗ് പ്രാങ്ക്സ് എന്ന്. കൊച്ചിന്റെ ചേട്ടൻ കൊച്ചിന്റെ ഒന്നും വാങ്ങിച്ച് തിന്നില്ല. ഇത് കൊച്ചൊന്നുമല്ല, ഇത് ആർട്ടിസ്റ്റാണ്. മനസ്സിലായ? അഭിനയിച്ചതാണ് കേട്ടാ. പേടിച്ചു പോയാ? ഇല്ല ഇല്ല. പതിവിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ഞങ്ങൾ ഇന്നത്തെ പ്രാങ്കിൽ ഉപയോഗിച്ചത്. നമ്മളൊരു സപ്പോർട്ട് ചെയ്യാനൊരു ആർട്ടിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. തന്റെ പേര്? എന്റെ പേര് സുരേഷ് കുമാർ. ഞാൻ വെള്ളനാട് സ്വദേശിയാണ്. അപ്പൊ എന്റെ ഭാര്യ ഇവിടെ ഈ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിയെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. വെയിറ്റ് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ കൂടെ എനിക്കും ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. താങ്ക് യു. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ ചേട്ടാ, ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. ഓക്കെ, ബിഗ് പ്രാങ്ക്സിന്റെ ആദ്യമായിട്ട് ഒരു ക്യാഷ് പ്രൈസ് ആണ്. ഗ്രേസൻ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് ഇലിപ്പോട് നൽകുന്ന സമ്മാനം. കോശി യുറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. സന്തോഷമായ? പിന്നെ ചേട്ടാ, ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഈ പ്രോഗ്രാം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല. ചെയ്യാമല്ലോ, ധൈര്യമായിട്ട് ചെയ്യാം. ഒരു പ്രശ്നമില്ലല്ലോ. ഓക്കെ, താങ്ക് യു.